ഡാർവിൻ. ഞാൻ മുല്ലശ്ശേരി എന്നാണ് വരുന്നത്. മുല്ലശ്ശേരി. കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിലെ ആദ്യത്തെ മാസാദി വെള്ളിയാഴ്ച പ്രത്യേകമായി ഗൾഫിൽ പോകാനോ അതുപോലെ തന്നെ പ്രവാസികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉള്ളൊരു വെള്ളിയാഴ്ചയായിരുന്നു. ആ മാസാദി വെള്ളിയാഴ്ച എനിക്ക് കിട്ടിയ റോസാദളം വെച്ച് ഞാൻ പ്രത്യേകമായി എൻ്റെ പാസ്പോർട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് ഞാൻ ലണ്ടനിലാണ് ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചത്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എഴുതിയ സമയത്ത് എൻ്റെ റിജക്റ്റായി പോയി. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു റിജക്റ്റായി പോയിപ്പോൾ. തുടർന്ന് വരുന്ന മൂന്നാമത്തെ വെള്ളിയാഴ്ച മാതാവിലൂടെ നമുക്ക് പിടിക്കാമെന്ന് വിചാരിച്ച് മൂന്നാമത്തെ വെള്ളിയാഴ്ച മുല്ലപ്പൂ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അല്ല, മാതാവിലൂടെ കർത്താവിലേക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം ചെയ്ത എൻട്രൻസ് ക്യാൻസലായിപ്പോയി, റിജക്റ്റായിപ്പോയി. തുടർന്ന് ഞാൻ 9 പ്രാവശ്യം വീണ്ടും ചെയ്തു. ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞത് റിജക്റ്റായി ക്യാൻസലായി പോവുമായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. തുടർന്ന് 10ാമത്തെ പ്രാവശ്യം എനിക്കത് റെഡിയായി. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് ഞാൻ UK പോകാൻ സാധിച്ചു. എനിക്കിതൊന്നല്ല പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിച്ച് വന്ന് നിൽക്കുന്നത്. UK എത്തി 2 മാസം വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. ജോലിയില്ല. ഒരു കുട്ടിയെ സംബന്ധിച്ചോളം, ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം അവിടെ നിൽക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. എല്ലാ മാസവും 75,000 രൂപ എടുത്ത് എൻ്റെ അമ്മ എനിക്ക് അങ്ങോട്ട് അയച്ചു തരായിരുന്നു. ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഇവിടെ ഡിസംബറിൽ ബെന്നിയച്ചൻ പറഞ്ഞു കേട്ടായിരുന്നു UK ബെന്നിയച്ചൻ ധ്യാനിപ്പിക്കാൻ വരുമെന്ന്. അപ്പം ഞാൻ അതിയായി ആഗ്രഹിച്ചു UK എന്നിട്ടെങ്കിലും അച്ഛൻ്റെ ധ്യാനം കൂടണം, അവിടെ പ്രാർത്ഥിക്കണം, എനിക്ക് അവിടെ വെച്ച് സാക്ഷ്യം പറയണം എന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് വരാൻ സാധിച്ചില്ല. ഭയങ്കര വിഷമമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് വന്നു. 2ലും ഞാൻ തോറ്റു. ജയിച്ചു എന്നല്ല, തോറ്റു. 2ലും ഞാൻ തോറ്റു. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായി. പണിയില്ല, മൊത്തത്തിൽ നിരാശയുടെ അങ്ങേയറ്റത്തിലായിരുന്നു. പിന്നെ അച്ഛൻ, ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ മീഡിയം കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അച്ഛൻ്റെ കൂടെ ഒരുപക്ഷെ ഓൺലൈൻ കാര്യങ്ങൾക്കും കോവിഡിൻ്റെ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഓൺലൈനിലൊക്കെ സഹായിച്ചായിരുന്നു. അന്നോട്ടിട്ട് എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു മീഡിയയോടൊക്കെ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഇടുന്നതൊക്കെ ഞാൻ ഒന്നും ഇടാറില്ല, അല്ലാതിരുന്ന് കാണും. നമുക്ക് വേറെ പണിയില്ല, ഒന്നുമില്ല, കർത്താവ് മാത്രമേ ഉള്ളൂ. ഒരുപാട് കൊന്തകളും ചൊല്ലാനും പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് സാധിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം ഞാൻ തോറ്റു. എല്ലാത്തിലും ഞാൻ തോറ്റു. ഇനി ഒന്നുമില്ല. നമുക്ക് പറയല്ലേ, നമ്മുടെ മുന്നിൽ ഒരു വഴിയില്ല, എല്ലാ വഴികൾ അടഞ്ഞു. ആകെ വിഷമത്തിലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കുറേ പ്രാർത്ഥിച്ചു നമ്മൾ പറയില്ലേ. ഇപ്പൊ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്, ചോദിച്ചാൽ. ആ പാട്ടൊക്കെ ഞാൻ സ്ഥിരം ഇരുന്ന് കേൾക്കുന്ന ഒരു പാട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച അവസാനം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഈ വയസ്സായവരെ ശുശ്രൂഷിക്കണം, അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു മേഖലയിൽ ജോലി കിട്ടണമെന്നൊക്കെ. അങ്ങനെ ആഗ്രഹിച്ചു. ഞാനിപ്പോൾ MAണ് പഠിക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചേക്കാളും ഒരു പക്ഷേ ഞാൻ കുറേ ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്തു. എനിക്ക് കിട്ടില്ല 100% ഉറപ്പുള്ളതായിരുന്നു. ഒരു തവണ പോയി, 2 തവണ പോയി, 3ാമത്തെ തവണയും പോയി നോക്കിയതാ. അവസാനം എനിക്ക് അവിടെ ജോലി കിട്ടി. ഒരു പക്ഷേ ഞാൻ ജനുവരിയിൽ പോയിട്ടുള്ളൂ, 6 മാസമായിട്ടുള്ളൂ. ആർക്കും ഇപ്പോഴും ജോലി കിട്ടാത്തവരുണ്ട്. എനിക്ക് ജോലി കിട്ടി, ദൈവം അനുഗ്രഹിച്ച് ജോലി കിട്ടി. അവസാനം അത്യാവശ്യം ഒരു 1, 2, 3 ലക്ഷം രൂപ മാസം എനിക്ക് സമ്പാദിക്കാമെന്ന് വെച്ചാൽ ജോലി കിട്ടി. അങ്ങനെ നിൽക്കണ നേരത്തായിരുന്നു ബെന്നിയച്ചൻ്റെ ധ്യാനിക്ക് കൂടാൻ പറ്റാത്തൊരു വിഷമം. ഞാൻ അത്ര ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് ഗാഗുൽത്തയിൽ എന്നെ വന്ന് സാക്ഷ്യം പറയുന്നത് നമ്മൾ പറയില്ലേ, പിടിവാശി കൂടി. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ദിവസം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ മാസത്തിലല്ലേ എനിക്ക് മാതാവിൻ്റെ ആ മാസത്തിലല്ലേ ഒന്ന് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. 6 മാസമെങ്കിലും കഴിഞ്ഞാലാണ് നമുക്ക് ആനുവൽ ലീവ് കിട്ടാറുള്ളൂ. ഞാൻ 2 മാസം ജോലി ചെയ്ത് 2 മാസം ആയപ്പോഴേക്കും ആനുവൽ ലീവിന് വെച്ചു. ഒരു ദിവസം നമുക്ക് പണിയെടുത്ത ഏകദേശം 10-20,000 രൂപ കിട്ടണതാ. ഒരു മാസത്തിൽ നമുക്ക് 8 ദിവസം പണിയെടുക്കാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് 30 ദിവസത്തിനും ലീവ് വന്ന് ഈ ഒരു മാസം മുഴുവൻ വിട്ടെന്നിക്കാണ്. ഞാൻ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ലണ്ടനിൽ നിന്ന് വന്നിക്കുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുപാട് നന്മകൾ ചെയ്ത എല്ലാവരും ഒത്തിരി നന്ദി. പ്രത്യേകമായി ഗാഗുൽത്തനാഥനും ഗാഗുൽത്തനാഥയ്ക്കും ഒത്തിരി 1000 നന്ദികൾ നേരുന്നു. പരീക്ഷ എഴുതി 1 തവണയല്ല 10 തവണ പരീക്ഷയ്ക്കപ്പുറമായിട്ട് വീസ കിട്ടിയില്ല. അതാണ് എനിക്ക് സന്തോഷം തോന്നിയത്. ഒരു കാര്യം തീരുമാനമെടുക്കുന്നു, അതിൻ്റെ വില കൊടുക്കുന്നു. 10 തവണ തുറന്നു കൊടുന്നു. നമ്മൾ മുട്ടും. തമ്പുരാന് സമയമുണ്ട്. ആ സമയം 10ാം തവണത്തെയായിരുന്നു. തീർച്ചയായിട്ടും കർത്താവ് ഒരുക്കി അവലെ മകന് എല്ലാം കർത്താവ് ക്രമപ്പെടുത്തി. ദൈവം തീർച്ചയായിട്ടും മകനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ നല്ലൊരു കൈയടി എടുത്ത് വിശ്വമാത്രപ്പെടുത്താം.